നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് റെസിപ്പി ആയിട്ടൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്, ഒരു കിടിലൻ പ്ലാന്ററുമായിട്ടാണ്. ഞാൻ വേസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഫെവിക്കോൾ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാന്റർ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടിച്ചട്ടിയേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ്ങും ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഈ പ്ലാന്റർ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഫെവിക്കോളിൻ്റെ കാരിയർ ആട്ടോ ഇത്. ഇതിൻ്റെ ഈ സൈഡെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്തത്, ഇവിടെ ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1.5 ഇഞ്ചിൽ മുകളിലായിട്ടാണ് ഈ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്തിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പോട്ടിൻ്റെ അടിയിൽ നമുക്ക് പ്ലേറ്റുകളോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഒക്കെ ആയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു കപ്പ് വെള്ളം ഇവിടെ ക്യാരി ചെയ്യും അടിയിലോട്ട് പോവുകയാണെങ്കിലും. പിന്നെ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം വരില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കല്ലോ ചരലോ ഒക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചണച്ചാക്കിൻ്റെ നൂലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിച്ചതൊന്നുമില്ല. പിന്നെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫെവിക്കോളിൻ്റെ ഈ ബോട്ടിലുണ്ടല്ലോ, ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഈ ജൂഡിൻ്റെ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കുക വേണ്ടത്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ ആദ്യം ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഫെവിക്കോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹാൻഡിൽ ചുറ്റിയെടുക്കാം. ഈ ബ്ലൂ കളറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചുറ്റിയെടുക്കാൻ ഉദ്ദേശിച്ചത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ടോ, സ്ട്രൈറ്റായിട്ട് വെക്കരുത്. സ്ട്രൈറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നിങ്ങനെ ചെരിച്ച് വെക്കുക, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചെരിച്ച് വെക്കുക. എന്നിട്ട് ഇനി ഇവിടെ ചെടി നടുകയാണെങ്കിലും ഇതൊരു സൈഡിൽ ഒരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ഈ ലെവൽ വെച്ചിട്ടാണ് ഞാൻ ചുറ്റുന്നത്. ഈ ഭാഗം നമുക്ക് ഇവിടെ ക്രോസ് ചെയ്തിട്ട് ചുറ്റുമ്പോൾ മറിഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഹാൻഡിൽ ഫുള്ള് ആദ്യം ചുറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഹാൻഡിൽ ഞാൻ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ബോട്ടിൽ ചെയ്യാം അല്ലേ. ഒന്നിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ നൂലുകൊണ്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗം നമുക്ക് നൂലുകൊണ്ട് കവർ ചെയ്യാം, കുറച്ച് ഭാഗം നമുക്ക് പ്ലെയിൻ ആയിട്ട് വിടാം, പിന്നെ വീണ്ടും കവർ ചെയ്യാം. ആദ്യം ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നൂല് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. മറ്റേപോലെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ കഴിയില്ല, ഈ ഓപ്പണിംഗ് ഭാഗം ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒട്ടിച്ച് വെച്ചിരിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോർഷൻ ഒട്ടിക്കാം. ഇവിടെ നമുക്ക് ഫെവിക്കോള് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ പോർഷൻ ഫിനിഷ് ചെയ്തു. ഞാൻ ഇവിടെ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോള് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയാൽ കാണുന്നില്ല, ഇപ്പോഴിങ്ങനെ ഉണങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടാണ് കാണുന്നത്. അത് സ്റ്റിക്കുമ്പോഴിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ. നമ്മുടെ ഈ ഹാൻഡിലുണ്ടല്ലോ, ഹാൻഡിലൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ ഈ ബ്ലൂ കളറ് കവർ ചെയ്ത് പോകണം. അതിനനുസരിച്ചിട്ട് വേണം അടുത്തത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ത്രെഡ് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് തൂക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ പോട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഫെവിക്കോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം കൂടെ ഞാൻ ഈ നൂല് സ്റ്റിക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും നമുക്ക് ഈ നൂല് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. കുറച്ച് വൈറ്റ് കളറ്, എൻ്റെ വീടിൻ്റെ ടൈലും ഇൻറ്റീരിയറും ഒക്കെ വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വൈറ്റ് കളറൂടെ കാണുമ്പോൾ ഒരു കോമ്പിനേഷൻ ഫീൽ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയല്ലേ നമ്മൾ വാട്ടർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാട്ടർ ഔട്ട്ലെറ്റിൽ താഴെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് അത് നനഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മുകളിലായിട്ട് ചെറിയൊരു ബാൻഡ് പോലെ ഇവിടെ കൂടെ കൊടുക്കുക കേട്ടോ. അതുവേണ്ടി ആദ്യം നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എത്ര വീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത്രയും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത അത്രയും സ്ഥലത്ത്
നമ്മുടെ ഈ ത്രെഡ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബാൻഡ് പോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് കുറച്ച് വെള്ളത്തിൽ ഫെവിക്കോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ അധികം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വല്ല നൂലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒട്ടി നിന്നോളൂ. ഈ ഹാൻഡിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിനിഷിങ് കൊടുത്തിട്ടില്ല. ഹാൻഡിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലാന്റർ ഇതല്ലേ, ഇവിടെ വെള്ളമൊക്കെ അധികം വരികയാണെങ്കിൽ ഇവിടെ കെട്ടിക്കുമ്പോൾ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം പോകും. പിന്നെ ഹാൻഡിലൊക്കെ ഈ ഹാൻഡിൽ തൂക്കി പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്കിതിൽ ചെടി നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ DIY പ്ലാന്ററിൻ്റെ അകത്ത് ഞാൻ ഒരു സ്നേക്ക് പ്ലാന്റ് ആട്ടോ പ്ലാന്റ് ചെയ്യുന്നത്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ഞാൻ കൊണ്ടുവന്ന് ഓൾറെഡി വേരൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇറക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇവിടെ നമ്മുടെ ഈ ഹോള് ഉണ്ടല്ലോ, ആ ഹോളിൻ്റെ ലെവൽ വരെ നമുക്ക് പെബിൾസോ അല്ലെങ്കിൽ മെറ്റലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് മെറ്റലാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ കാണുന്നില്ലേ, ഇവിടെ കുറച്ച് കല്ലുകളുണ്ട്. ഇതിലൂടെ മണ്ണൊന്നും പുറത്തോട്ട് ഒലിച്ചു പോകരുത്. ഇനി നമ്മളിതിപ്പോൾ ഇൻഡോറിലല്ലേ വെക്കുന്നത്. ഈ ബൈ ചാൻസ് വെള്ളം പോവുകയാണെങ്കിലും വെള്ളത്തിൻ്റെ കൂടെ മണ്ണ് നമ്മുടെ ഫ്ലോറിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഞാൻ ഇതിന് മുകളിലായിട്ട് വിരിക്കുന്നുണ്ട്. ഞാനിത് ആട്ടയുടെ കവറിലാട്ടോ ഈ പ്ലാന്റ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കവറ് നമുക്ക് നീക്കാം. മുഴുവൻ മണ്ണോടെ എന്തായാലും നമുക്ക് അകത്തോട്ട് ഇറക്കി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് മണ്ണോടെ ഇറക്കി വയ്ക്കാൻ ചെയ്യും. ഇനി നമുക്ക് മണ്ണ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സെക്യൂർ ചെയ്യാം. ഇതിന് പകരമായിട്ട് വെറും ചകിരിച്ചോറ് കൊണ്ട് മാത്രം നമ്മുടെ ഈ പ്ലാന്റ് ഫിക്സ് ചെയ്താലും മതി. ഇനി നമുക്ക് ബ്രഷ് ചെയ്ത് മാറ്റാം കേട്ടോ, അധികം വന്നിട്ടുള്ള ഈ പൊടിയും ചെളിയൊക്കെ. ഇവിടെ ഞാൻ മണ്ണും ചകിരിച്ചോറും പിന്നെ എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ചുണ്ണാമ്പ് ഇവയൊക്കെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല നീറ്റായി. അപ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സ്നേക്ക് പ്ലാന്റൊക്കെ വെച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ DIY പ്ലാന്റർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.